ഇപ്പൊ സാബുമോൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കണ്ട് ശീലിച്ചേക്കണ പ്രാങ്ക് ഷോസ് ഒക്കെ ചെയ്തിട്ടാണ്. അപ്പോ അങ്ങനെ നിൽക്കുന്ന ഒരാളായിരുന്നു സാബുമോൻ. അതിനുശേഷം ഒരുപാട് എന്താ പറയാ ബിഗ് ബോസിലായാലും അങ്ങനെയൊക്കെ വന്നിട്ട് നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നിപ്പോയി. ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നണില്ല എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളായിരുന്നു സാബുമോൻ എന്നുള്ളത് നമുക്ക് അറിയില്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരാള് പെട്ടെന്ന് ഈ ആറാട്ടൻ എന്ന് പറഞ്ഞ ഒരാള് നമ്മളൊക്കെ കണ്ടിരിക്കുന്ന ഒരു എന്താ പറയാ ഒരു വയ്യാത്തൊരു ഒരു എന്താ പറയാ ആരോഗ്യപരമായിട്ട് മാനസികപരമായിട്ട് ഒരു കുഴപ്പമുള്ളൊരു അങ്ങനെയും പറയാൻ പറ്റില്ല. നമുക്ക് അങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇയാള് മിസ്ബിഹേവിയർ ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. എല്ലാവർക്കും ഇതുപോലത്തെ പൊട്ടത്തരമൊക്കെ ഉണ്ട്. ഇവിടെ ആറാട്ടെണ്ണം മാത്രമല്ല, ഇങ്ങനത്തെ ഈ ഫാൻ ബോയ്സ് ഇവന്മാര് ഈ ഫാൻസ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ കമന്റ് ബോക്സുകളോളം തെറി വിളിക്കുന്ന ആൾക്കാരുണ്ട്. പൊങ്കാല നടത്തിയവരുണ്ട്. മോഹൻലാലിന്റെ ഫാൻസും മമ്മൂട്ടി ഫാൻസും ഒക്കെ കുറച്ചുണ്ട്. പക്ഷെ മോഹൻലാൽ ഫാൻസിനെയാണ് എനിക്കറിയാവുന്നത്. അവന്മാര് ചെയ്യുന്ന അത്രയും തെണ്ടിത്തരം ഒന്നും ആറാട്ടെണ്ണം ചെയ്തിട്ടില്ല.